വനിതകൾ നേതൃസ്ഥാനത്തിരിക്കുന്ന അഗതി മന്ദിരങ്ങൾ പൊതുവെ കുറവാണ്. എന്നാൽ കോട്ടയം സ്നേഹക്കൂട് നയിക്കുന്നത് നിഷ എന്ന വനിതയാണ്. ജീവിതത്തിൽ തിരിച്ചറിയപ്പെടാതെ പോയ പല കഴിവുകളും പുറത്തു കൊണ്ടുവരുന്ന സന്തോഷത്തിലാണ് ഇവിടുത്തെ അന്തേവാസികൾ. നിങ്ങൾ ഇന്നലെ ഞങ്ങളില്ല സാർ. അതല്ല, ഇല്ല സാർ, ഞങ്ങൾ ഇന്നലെ ഇല്ല സാർ. റോഡിൽ വെച്ച് പെൺകുട്ടി കാറിടിച്ചപ്പോ ഞങ്ങൾ ഡ്യൂട്ടി തുടങ്ങട്ടെ സാർ. വരട്ടെ. പക്ഷെ താടി ആ ഗ്ലാസ് നൂരി ഞാൻ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. സ്നേഹക്കൂട് അഗതി മന്ദിരം, അതായത് വനിത നേതൃത്വം നൽകുന്ന സ്നേഹക്കൂട് അഗതി മന്ദിരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിഷ ചേച്ചിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നേതൃത്വം നൽകുന്നത്. നിഷ ചേച്ചി ഈ പരിപാടിയൊക്കെ കണ്ട്, ഈ വീഡിയോ ഒക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവരെ, അതായത് വേറെ ലെവലിലേക്ക് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുക, എങ്ങനെയാണത്? ശരിക്കും ഈ വീടുകളിൽ നിന്ന് ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് ഓരോരോ കാരണങ്ങൾ കൊണ്ടും പുറത്താക്കപ്പെട്ട അച്ഛനമ്മമാരാണല്ലോ കൂടുതലും ഉള്ളത്. അപ്പോൾ അവരുടെ മൈൻഡിനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും അവരെ ഒന്ന് ആക്റ്റീവായിട്ട് ഇരുത്താനും എന്നുള്ളൊരു ചെറിയ ശ്രമം എന്നുള്ള രീതിയിൽ ഞങ്ങൾ തുടങ്ങിയതാണ്. അതെന്താണെങ്കിലും സക്സസ് ആയി. അവരിൽ അത് ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളതൊന്ന് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. കളിയാനെ പനിനീര്, ഇവിടെ കളിയാനെ പനിനീര്, പനിനീര് കളിയാനെ. പനിനീരും തെളിച്ച് പിണ്ടവും വെച്ചു. ഇപ്പൊ ഉമ്മറ മെനകേടായപ്പോ നമുക്ക് സമാധാനമായല്ലോ. എടോ, ഈ പിണ്ടൊക്കെ വേഗം ഇവിടുന്ന് പോരി കളഞ്ഞോ, ഇല്ലെങ്കിൽ ചേട്ടൻ വന്ന് കണ്ടാ മതി, തിന്നുകളയും. നിന്റെ ചേട്ടൻ ആനപ്പിണ്ടല്ലേ തിന്നണത്? ഒന്ന് പോടാ അവിടുന്ന്, നീ പഠിപ്പിക്കടാ. എങ്ങനെ ഇവര് ഇത് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്? ഇവർ പെട്ടെന്ന് ഇതിലേക്ക് എത്തുന്നുണ്ടോ? കാരണം എല്ലാവരും പ്രായമായവരാണ് അല്ലേ? എങ്ങനെ അവരെ അതിലേക്ക് എത്തിക്കുന്നത്? ഇവരെല്ലാം തന്നെ പ്രായമായവരാണ്. ഇവരെ ഒരു കാര്യം നമുക്ക് ഒന്ന് വീണ്ടും ചെയ്യിക്കണമൊക്കെ പാടാണ്. പക്ഷേ ഇവരുടെ കഴിവുകളെ ശരിക്കും തിരിച്ചറിയാൻ പറ്റിയ ഒരു സാഹചര്യം, ഒരവസരമായിരുന്നു ഇത്. നല്ല രീതിയിൽ അവർ നമുക്ക് ഇതുമായിട്ട് പ്രതികരിച്ച് ഒരു പെട്ടെന്ന് തന്നെ പഠിക്കുകയും 1 or 2 ടേക്കിലൊക്കെ ഓക്കെ ആകുകയും ചെയ്യുന്ന രീതിയിലൊക്കെ അവരിലെല്ലാം കഴിവുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിൽ നിന്ന്. കേറി വാടാ മക്കളെ, കേറി വാ. എന്തായാലും നമ്മൾ ഈ വീഡിയോ കണ്ട അഞ്ഞൂറാനും ആനപ്പാറയിൽ അച്ചാമ്മയും ഒക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് അഞ്ഞൂറാൻ. എങ്ങനെ പണ്ടേ പരിപാടി ഉണ്ടായിരുന്നോ അഭിനയം? ഇല്ല, ആദ്യത്തെ അഭിനയം. എങ്ങനെ ഈ അഭിനയം വീഡിയോയിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എന്ത് തോന്നി? നല്ലതായിട്ട് തോന്നി. ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം വന്നു. കുറേ ജീവിതത്തിന്റെ ഒരു കുറേ ജീവിച്ച ശേഷമാണല്ലോ ഇങ്ങനെ അഭിനയം ഉണ്ടെന്നൊക്കെയുള്ള അതിന്റെ കഴിവുണ്ടെന്നൊക്കെ തോന്നിയത്. ഇപ്പൊ എന്താ അതുകൊണ്ട് തോന്നേ? ഇപ്പൊ അങ്ങനെ തോന്നി. അങ്ങനെ ഒരു പതിവില്ല നമുക്ക്. നല്ലപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. എന്തായാലും ആനപ്പാറ അച്ചാമ്മ കൂടെ ഉണ്ട്. എങ്ങനെയാ ഇതൊക്കെ? ആനയെ കൊണ്ട് പനിനീരൊക്കെ തെളിയിപ്പിക്കുകയാണല്ലോ. ടി വി കണ്ടിട്ടുണ്ട് വീട്ടില്. അത് കണ്ടപ്പോ എനിക്ക് തോന്നി അങ്ങ് ചെയ്യാവുന്ന. അങ്ങനെ ചെയ്തു. മോള് പറഞ്ഞു, അങ്ങ് ചെയ്തു. എന്തായാലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നിയില്ല? പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്? പറ്റി ഒരു വിഷമമില്ലായിരുന്നു, ഒരു ബുദ്ധിമുട്ടില്ല. നാടോടിക്കാറ്റിലെ താരം കൂടിയുണ്ട്. എങ്ങനെയാണ്? ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക അല്ലേ? അതെ അതെ. ഇതിങ്ങനെയൊക്കെ ഇപ്പൊ ഒരുപാട് പേര് കണ്ട് അത് ഒരുപാട് വൈറലൊക്കെ ആയി, ഒരുപാട് ആളുകൾ കാണുന്ന ഇതായി. അപ്പൊ എങ്ങനെയാ മനസ്സിൽ സന്തോഷമാണ്? വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ആളുകളൊക്കെ എന്താ പറയുന്നേ? അത് ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെയൊക്കെ വേഷമൊക്കെ കെട്ടി ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോ പെട്ടെന്ന് ടെൻഷനോ അല്ലെങ്കിൽ ഇത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടോ? ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. പണ്ട് അഭിനയം അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? അഭിനയിച്ചിട്ടില്ല. ഞാൻ സാധാരണ സിനിമ ധാരാളം കാണുന്ന ആളാണ്. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ഈ സ്നേഹക്കൂടി വന്നിരുന്ന് ചെയ്യുമ്പോ ഒരു പ്രത്യേകിച്ച് ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ? സന്തോഷം തന്നെയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ എന്തും ദിനത്തിൽ വലിയ താരമായി മാറിയ സജിയച്ചൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. 1 ലെവലിലായിരുന്നല്ലോ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ആളുകളുടെ പിന്നാലെ നടക്കുകയായിരുന്നു. സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ. മിക്കവാറും പടങ്ങളെല്ലാം കാണാറുണ്ട്. ഇവിടെ വരുന്നതിന് തലേദിവസം വരെ പടങ്ങളാണ്, സിനിമകളെല്ലാം കാണാറുണ്ട്. എനിക്ക് ആദ്യമായിട്ട് അഭിനയത്തിൽ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിരുന്നോ? വേറെ മുമ്പ് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചെയ്യാൻ തോന്നിയിട്ടില്ല. ഇവിടെ വന്ന് പറഞ്ഞ് മീഡിയക്കാരാണ് പറയുമ്പോഴേക്കും ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്ന് അങ്ങനെ ചെയ്ത്
ചെയ്യണമെന്നുള്ള മനസ്സിന് ബലം വന്നു. അങ്ങനെ എല്ലാരും എങ്ങനെയാ കാണുന്നത്? നമ്മളൊരു താരമായിട്ട് കാണുന്നുണ്ടോ? എല്ലാവരും പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരെല്ലാം അങ്ങനെയാണ് കാണുന്നത്. അതെ, ഒരു സ്റ്റാറായി മാറി. അതെ, ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു സ്റ്റാറായി മാറിയില്ലേ? അതെ. ചേച്ചി, ഇവര് ഈ ചേച്ചി പറഞ്ഞ പോലെ ഒരുപാട് സങ്കടത്തിലൊക്കെ ജീവിക്കുന്നവരായിരിക്കും. അപ്പൊ ഇവരെ ഇങ്ങനെ കണ്ടെത്താൻ എങ്ങനെയാ കഴിഞ്ഞു? ഓരോരുത്തർക്കും ഇങ്ങനെ കഴിവുണ്ട്. അങ്ങനെ നമ്മളെങ്ങനെ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കി? ഞങ്ങൾ ഈ ഓരോരുത്തരെ ഓരോ സീനുമായിട്ട് നമ്മളൊന്ന് ചെയ്യിച്ച് നോക്കി. ജസ്റ്റ് ചെയ്യിച്ച് നോക്കിയപ്പം അവർക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് തോന്നിയപ്പം ഞങ്ങളത് പ്രാക്ടീസ് കൊടുത്തിട്ട് ചെയ്യിച്ചു. പക്ഷേ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈസി ആയിട്ട് ചെയ്യിക്കാൻ പറ്റി. തിരഞ്ഞെടുക്കുന്നവരെല്ലാം തന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇവരിലൊക്കെ അപൂർവമായിട്ട് കഴിവുകളുള്ള ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. അതായത് സ്വന്തം വീടുകളിൽ നിന്ന് പലപ്പോഴും ഇതൊന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അത് സ്നേഹക്കൂടിൽ എത്തുമ്പോൾ അത് തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കതിന് കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അതിനൊരു വഴി ഈ ഒരു പ്രായത്തിൽ ഇപ്പം നാണപ്പച്ചൻ 85 വയസ്സുള്ള അച്ഛനാണ് അഞ്ഞൂറാനായിട്ട് അതിൽ നമ്മുടെ കൂടെ ഒപ്പം നിന്നിരിക്കുന്നത്. പക്ഷേ അച്ഛൻ്റെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയല്ലേ ഇത്. ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നു. അച്ഛനത് ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ ദിവസവും സ്നേഹക്കൂടിൽ ഇന്ന് ഷൂട്ടില്ലേ എന്ന് ചോദിച്ച് എണീക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സ്നേഹക്കൂട് മാറിക്കഴിഞ്ഞു. ഇപ്പം ഒരു വനിത എന്നുള്ള നിലയിൽ കൂടി ഇങ്ങനൊരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വനിതാ ദിനം കൂടിയാണ്. അപ്പോൾ അതിന് അങ്ങനെ ഒരു വനിത ആയതുകൊണ്ട് ഇങ്ങനെ ചില വ്യത്യസ്തതകൾ കൂടി കൊണ്ടുവരാൻ കഴിയുന്നു തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് ഒരു വനിത എന്നുള്ള ഒരു പേരിൽ തന്നെ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നത്. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് സക്സസ് ആയെന്ന് തോന്നുന്നു. ഇത്രയും പേരെ സംരക്ഷിക്കാൻ പറ്റുന്നു. ഒരു വനിത എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. എന്തായാലും ജീവിതത്തിന്റെ സക്സസ് സ്റ്റോറിയാണ് പറയുന്നത്. ഈ മനുഷ്യരുടെയൊക്കെ ജീവിതം ഏറ്റെടുത്തുകൊണ്ടാണ് നിശ്ചയിച്ച് ഇത് പറയുന്നത്. ഇങ്ങനെ മാത്രം പറഞ്ഞാൽ പോലെ കോവിഡ് കാലത്ത് ഒരുപാട് മനുഷ്യർക്ക് ഭക്ഷണം എത്തിച്ചു നൽകുക, മാസ്ക് എത്തിച്ചു നൽകുക, ഈ കോട്ടയം നഗരത്തിൽ ജോലി ചെയ്തിരുന്ന പോലീസുകാർക്കൊക്കെ ഉച്ചഭക്ഷണം ഉൾപ്പെടെ എത്തിച്ചു നൽകിയത് സ്നേഹക്കൂടിന്റെ വലിയൊരു പങ്കുണ്ട്. എന്തായാലും ഈ വനിതാ ദിനത്തിൽ നമുക്കൊക്കെ അഭിമാനമായി മാറുകയാണ് ഈ സ്ഥാപനവും ഇവിടുത്തെ മനുഷ്യരും. ഇവർക്ക് സ്വന്തം കുടുംബത്തിനപ്പുറത്തേക്ക് ഇവിടെ എത്തിയപ്പോൾ പല കഴിവുകളും തിരിച്ചറിയാൻ കൂടി കഴിഞ്ഞു. അതിനും ഈ സ്ഥാപനം കാരണമായി. ഇവരൊക്കെ നിശ്ചയിച്ചും ഇവരുടെ സഹപ്രവർത്തകരും ഒക്കെ കാരണമായി എന്നതാണ് എടുത്തു പറയാനുള്ളത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. എല്ലാ പ്രേക്ഷകർക്കും വനിതാ ദിന ആശംസകൾ നേരുകയാണ്. ന്യൂസ് റൂം ലൈവ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.